അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നമുക്ക് പറയാൻ ഇഷ്ടമാണ്. ഒരുപാട് പേര് ആ ഇസ്മുകൾ പറഞ്ഞ് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയവരാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ഇസ്മ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അർശ് വിറച്ച് ആ സമയത്ത് തന്നെ നമ്മുടെ എന്താവശ്യവും അള്ളാഹു നിർവഹിച്ചു നൽകുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഇസ്മ കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഈ ഇസ്മ പറഞ്ഞാൽ ആരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവില്ല. കച്ചവടത്തിൽ നഷ്ടമുള്ളവരെ, കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരെ, മക്കളില്ലാത്തവരെ, പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിൽ ഉള്ളവരെ, നിങ്ങൾക്ക് എല്ലാവിധ ഖൈറുകളും ഉണ്ടാവാൻ ഈ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ പേര് മുറുകെ പിടിക്കണേ. ഈ രണ്ട് ഇസ്മുകൾ ഏതൊക്കെയാണ്, എപ്പോഴൊക്കെ പറയണം, എങ്ങനെ പറയണം, എവിടെ വെച്ച് പറയണം, വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം. അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ കൈ, വലത്തെ കൈയിൻ്റെ പള്ളഭാഗം, ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് 5 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങി, കച്ചവടത്തിനാവട്ടെ, ബിസിനസ്സിനാവട്ടെ, മറ്റു ജോലിക്കാവട്ടെ, ഇന്റർവ്യൂവിനാവട്ടെ, പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ വിരൽ വെച്ചിട്ട് അല്ലേ 5 വിരലാണ് 5 പ്രാവശ്യം പറയുക. ഏതാണ് ആ ഇസ്മു? വിചാരിച്ച ജോലി അത് ഖൈറായി കിട്ടാൻ, വിചാരിച്ച ഒരു കല്യാണ ആലോചന അത് നമുക്ക് ഖൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പ്രാവർത്തികമാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി നമുക്ക് ഏതാവശ്യവും നിറവേറ്റി കിട്ടുന്ന അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഇസ്മ ഏതാണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് പല ഉമ്മമാർക്കും അറിയില്ല എന്താണ് ഈ അർശ്. പലരും ചോദിച്ചിട്ടുണ്ട്, പലരും ചോദിക്കാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പലപ്പോഴും കേൾക്കുന്നുണ്ട് ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ, വാദ് പറയുമ്പോൾ, നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് വട്ടം നമ്മൾ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങും, അള്ളാഹുവിൻ്റെ അർശ് ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് ഉസ്താദ് ഈ അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ അർശ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിംഹാസനം എന്നാണ്. അതിൻ്റെ വലിപ്പം മാതൃവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, നമ്മൾ ഈ കാണുന്ന ആകാശവും നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാൽ വലിയൊരു കടലിൽ കയ്യിലുള്ള മോതിരം ഊരി വെക്കുന്നത് പോലെയാണ്. കടൽ തീരത്ത് മോതിരം ഊരി വെച്ചാൽ വല്ലതും കാണാനുണ്ടോ? ഇല്ലല്ലോ. എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ അർശിൻ്റെ മുന്നിൽ ഈ ആകാശവും ഭൂമിയൊക്കെ കൊണ്ടുപോയി വെച്ചത്. അത്രമാത്രം വലിപ്പമുള്ള ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അർശ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ നല്ല മുഅ്മിനീങ്ങളാണെങ്കിൽ, നല്ല ആളുകളാണെങ്കിൽ ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഈ അജായിബുകൾ, അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തആല നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ സൃഷ്ടിജാലങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അർശ്, ഇപ്പൊ പറഞ്ഞ അർശ് കുലുങ്ങിയിട്ട്, അങ്ങനെ അർശ് ഇങ്ങനെ കുലുങ്ങുമ്പോൾ അള്ളാഹു അതിലേക്ക് ശ്രദ്ധിക്കുമെന്നാണ്. അത് കുലുങ്ങാനുള്ള കാരണം എന്താണെന്ന് അള്ളാഹു മലക്കുകളെ വെച്ച് അന്വേഷിക്കും. മലക്കുകൾ പറയും, പടച്ചോനെ, ദുന്യാവിലുള്ള ഇന്നാലിന്ന മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ, ഉമ്മ ഉപ്പ, അല്ലെങ്കിൽ ആ പെണ്ണ്, അല്ലെങ്കിൽ ആ പുരുഷൻ, അവൻ നിന്റെ അർശ് കുലുങ്ങാൻ പാകത്തിന് നിന്റെ ഒരു ഇസ്മ പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് റബ്ബി അർശ് കുലുങ്ങുന്നത്. ആ മനുഷ്യന്റെ, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ, ആ സ്ത്രീയുടെ, ആ പുരുഷന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് മലക്കുകൾ പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ അള്ളാഹുവിൻ്റെ അർശിനെ കുലുക്കാൻ പോലും വലിയ ത്വാഖത്തുള്ള ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു വലിയ മരം തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുമോ? നമ്മൾ ആഞ്ഞൊക്കെ കുലുങ്ങിയിട്ടില്ല അതിൻ്റെ ആ മണ്ടയിലൊന്നും ഒരു ഇല വീഴണമെങ്കിൽ അല്ലേ എത്രമാത്രം ആഞ്ഞ് നമ്മൾ തള്ളണം. ഒരു പാറ നമുക്ക് പൊക്കാൻ പറ്റണമെങ്കിൽ, ഒരു കല്ല് പൊക്കാൻ പറ്റണമെങ്കിൽ എത്ര പാടുണ്ട്, പ്രയാസമുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിയായ, വലിപ്പമുള്ള സൃഷ്ടിയായ അർശിനെ കുലുക്കാൻ ചില വാക്കുകൾ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട് മറ്റൊരവസരത്തിൽ വിശദമായി നമുക്ക് പറയാം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മഹത്തുക്കളായ മലക്കുകൾ എപ്പോഴും പറയുന്ന ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ അർശ് പോലും കുലുങ്ങുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, പേരാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ഏതാവശ്യവും അല്ലാഹു തആല നിറവേറ്റി തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ അല്ലാഹുവിൻ്റെ ഒരു ഇസ്മാണ്. അല്ലാഹുവിന് 1,24,000 പരം വരുന്ന പേരുകളുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ 1000-ഓളം പേരുകളുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ 101 പേരുണ്ട്. നമ്മുടെ മുന്നിലുള്ളത് അല്ലാഹുവിൻ്റെ 99 പേരുകളാണ്.
99 പേര് നമ്മൾ അള്ളാഹുവിൻ്റെ 99 പേര് പറയാറുള്ളവരാണ്, കേൾക്കാറുള്ളവരാണ്, പഠിച്ചവരാണ്, നമ്മൾ അതനുസരിച്ച് ദുആ ചെയ്യുന്നവരാണ്, അത് പറഞ്ഞിട്ട് ദ്വാരക്കുന്നവരാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കേട്ടോ, അള്ളാഹുവിൻ്റെ അർശ് പോലും കുലുങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അതിശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ ഇസ്മ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. അല്ലേ, കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമുണ്ട് അല്ലേ? ആ ഇസ്മ അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അള്ളാഹുവിൻ്റെ പേരുകളാണ്. ആ പേരുകളെല്ലാം 2-3 പേരുകൾ ചേർത്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആയാണിത്. ഒന്നുകൂടെ പറയാം, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അർശും ലൗഹും കലമും സ്വർഗവും നരകവും മലക്കുകളും ജിന്നുകളും അള്ളാഹുവെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബേ, അള്ളാഹുവേ എന്നർത്ഥം വരുന്ന ആ വലിയ ഒരു ഇസ്മ അല്ലെ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സംഹരിക്കുന്ന, സംരക്ഷിക്കുന്ന റബ്ബേ. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഈ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത്, രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് 15 പ്രാവശ്യം പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ദുആരക്കുകയാണെങ്കിൽ അർശ് കുലുങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ എന്താണോ ആവശ്യം നമ്മൾ പറയുന്നത് അത് ഖൈറാണെങ്കിൽ അള്ളാഹു നമുക്ക് അടുപ്പിച്ച് നൽകുമെന്നാണ്. 15 പ്രാവശ്യം ഒരു ദിവസം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇനി മറ്റൊരു ഇസ്മ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടത്? ദുആ ചെയ്യുന്നതിന് മുമ്പ് 17 വട്ടം 17 പ്രാവശ്യം ദുആരക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നതാണ്. കച്ചവടം, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ മക്കളുടെ പഠനം, നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ, ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൈ, വലത്തെ കൈയിൻ്റെ പള്ളഭാഗം, ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് 5 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ, കച്ചവടത്തിനാവട്ടെ, ബിസിനസ്സിനാവട്ടെ, മറ്റു ജോലിക്കാവട്ടെ, ഇന്റർവ്യൂവിനാവട്ടെ, പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ വിരൽ വെച്ചിട്ട് അല്ലേ 5 വിരലാൻ 5 പ്രാവശ്യം പറയുക. ഏതാണ് ആ ഇസ്മ? വിചാരിച്ച ജോലി അത് ഖൈറായി കിട്ടാൻ, വിചാരിച്ച ഒരു കല്യാണ ആലോചന അത് നമുക്ക് ഖൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പ്രാവർത്തികമാക്കാം. ഏതാണ് ആ ഇസ്മ? ഏതാണ് അള്ളാഹുവിൻ്റെ ആ പേര്? യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ്. ഏതാണ് ഇസ്മ? യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ്. യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ്. സമ്പത്തുടയവനായ റബ്ബേ, സമ്പന്നനായ അല്ലാഹ് അല്ലെ, അള്ളാഹുലേക്കാണ് എല്ലാവരും സമ്പത്തും അതുപോലെ കച്ചവടവും. എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയും, എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയും. അള്ളാഹു ആരോടും പറയാനില്ല, പടച്ചവൻ ആരോടും പറയേണ്ട കാര്യമില്ല. പടച്ചവനോടാണ് എല്ലാവരും പറയുന്നത്, അള്ളാഹു തആലക്ക് ആരോടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ് ഇതെപ്പോഴാണ്? 17 വട്ടം ദുആക്ക് മുമ്പ് പറഞ്ഞിട്ട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ വലത് കൈ നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് 5 പ്രാവശ്യം പറഞ്ഞിട്ട് ഇറങ്ങുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 2 ഇസ്മുകളും അള്ളാഹുവിൻ്റെ 2 പേരുകളും ഒരു 11 വട്ടം വീതം നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഒന്നാമത്തേത് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്.
യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. അള്ളാഹുവിന്റെ അടുത്ത ഇസ്മ നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറയും, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോളി. ബിസ്മില്ലാഹ്. യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ് 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 യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ രണ്ട് ഇസ്മുകളും പറഞ്ഞത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ദുആയും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ ഇസ്മ എപ്പോൾ പറയണം, എത്ര പ്രാവശ്യം പറയണം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറുതായിട്ടൊന്ന് ദ്വാരക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കമന്റുകളിൽ പ്രയാസങ്ങൾ പറയുന്നവർ, പ്രശ്നങ്ങൾ പറയുന്നവർ, ഒരുപാട് സങ്കടങ്ങൾ പറയുന്നവർ, അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. സന്തോഷം അവർക്കും നമുക്ക് അല്ലാഹു നിറച്ചു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമിനായ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ഈ ക്ലാസ്സുകളും ഞങ്ങൾ ഈ പറയുന്നത് കേൾക്കുന്നത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവർ, അല്ലാഹുവേ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രശ്നങ്ങൾ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങൾ മാറ്റണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ നന്നാക്കി തരാൻ ദ്വാരക്കാൻ പറഞ്ഞവർ, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെയും ഞങ്ങളെയും നീ, ഞങ്ങളെ സന്താന പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മനസ്സ് നന്നാക്കണേ അല്ലാഹ്, ഹൃദയം നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത്, ഫലസ്തീനിലെ മക്കളൊക്കെ ഒരുപാട് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. എല്ലാവർക്കും നീ സമാധാനവും ഇസ്സത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട്, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, അങ്ങനെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, പ്രവാസികളായ ആളുകൾ, അല്ലാഹു ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് പേര് ഒരുപാട് കഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ സദസ്സിനെ അല്ലാഹു കബൂലാക്കട്ടെ. ഈ രണ്ട് ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നിത്യമായി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സലാമത്തിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ കാണാം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.